أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും പിഴച്ച ഒരു വിഭാഗമാണ് വഹാബി മതവിശ്വാസികൾ. കാരണം എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നത് മുൻകാല വഹാബികളും പിൽക്കാല വഹാബികളും പരസ്പരം വിരുദ്ധമായ ചേരിയിലാണ്. അള്ളാഹുവിന് ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് കാഫിറായി പോകും എന്നായിരുന്നു 52 അൽമനാറിൽ വഹാബികൾ പ്രചരിപ്പിച്ചിരുന്നത്. അതുപോലെ എന്നാൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന് 2 ഭാഗങ്ങളുണ്ട്. പിന്നീട് അക്ബർ മൗലവി ഞാൻ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് തിരുത്തി അള്ളാഹുവിന് 2 ഭാഗവും വലതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അടുത്ത കാലത്ത് അൽമനാറിൽ അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് പണ്ട് 52 ഇവർ എഴുതിയിട്ടുണ്ട് അൽമനാറിൽ തന്നെ. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, കണ്ണുണ്ട് എന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെടുകയും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന നിലക്ക് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത്തരം റിപ്പോർട്ടുകളെ സംബന്ധിച്ച് മഹാന്മാരായ അയിമ്മത്ത് വിശാലമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇമാമുമാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്? നമുക്കറിയാം, ആലങ്കാരിക പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളം കാണാം. അതിൻ്റെ അർത്ഥം നേരെ അർത്ഥമങ്ങ് പറയലല്ല. നിങ്ങൾ നോക്കൂ, അമേരിക്ക പരാജയത്തിന്റെ കയ്പുനീർ മോന്തിക്കുടിച്ചു എന്ന് ഒരു കളിയിൽ അമേരിക്ക തോറ്റാൽ പത്രം റിപ്പോർട്ട് ചെയ്താൽ ഒരു സാധു വഹാബി മനസ്സിലാക്കാണ് അമേരിക്കക്ക് തൊള്ളുണ്ട്, അത് കയ്പുനീരിന്റെ കോപ്പ വലിയൊരു കോപ്പായിരിക്കും, നല്ല നീരവിടെ ഉണ്ട്, അത് നല്ല കൈക്കുണ്ടാകും, അത് അമേരിക്ക കുടിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ആലങ്കാരികമായി സാഹിത്യ സംഭാഷണത്തിൽ പറയുന്ന പ്രയോഗങ്ങൾ അതിൻ്റെ നേരെ ഓരോന്നും ആശയം അങ്ങനെ തന്നെ മനസ്സിലാക്കലല്ല. അതിൻ്റെ ഉദ്ദേശാർത്ഥമാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാതെ അവിടെ ഒരു കോപ്പയില്ല, ഒരു കയ്പുനീരുമില്ല. ഇതുപോലെ ഇന്ത്യയുടെ ഭരണചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന പ്രധാനമന്ത്രിയുടെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് കൈകൾ തന്നെ ഉണ്ടാവണമെന്നില്ല. കൈകളില്ലെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയും. ഇവിടെ ഒരു ചക്രവുമില്ല, ഒരു കറക്കലുമില്ല. വഹാബികൾ മനസ്സിലാക്കും കൈ ഉണ്ട് എന്നും ഇങ്ങനെ അയാളിങ്ങനെ ഇരുന്ന് കണ്ട് എന്തൊരു ചക്രം കറക്കുകയാണ് എന്നും. എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ. അപ്പൊ ആലങ്കാരിക പ്രയോഗങ്ങൾ നേരെ അർത്ഥം പറയുക എന്നതോ അർത്ഥമുദ്ദേശമോ അല്ല എന്ന് അയിമ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹ് മുസ്ലിമിൽ ഒരു റിപ്പോർട്ട്. എന്താണ് ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, യൻസിലു റബ്ബുനാ കുല്ല ലൈല ഇല സമാഇ ദുനിയ ഫയഖൂൽ, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് ഇറങ്ങും എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തേക്ക്. ഇവിടെ ഒരിക്കലും തന്നെ ഇതിനെ സംബന്ധിച്ച്, ഈ ഹദീസിനെ സംബന്ധിച്ച് ഹദൽ ഹദീസു മിൻ അഹാദീസി സിഫാത്തി, അല്ലാഹുവിന്റെ സിഫത്തുകൾ വിവരിക്കുന്ന ഹദീസാണ്. ഇമാം മുഹദ്ദിസുൽ ഉലമ ശൈഖുൽ ഇസ്ലാം ഇമാം നബവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശറഹിൽ പറയുന്നു, ഫീഹി മദ്ഹബാനി, അതിൽ 2 മദ്ഹബാണ് പണ്ഡിതന്മാർക്കുള്ളത്. അവിടുത്തെ ശറഹുൽ മുഹദ്ദബിലും അത് പറഞ്ഞിട്ടുണ്ട്. മശ്ഹൂറാൻ, അത് പ്രശസ്തമാണ്. ലിൽഉലമായി, പണ്ഡിതന്മാർക്ക് പ്രശസ്തമാണ്. സബഖ ഇലാഹുമാ കിതാബുൽ ഈമാൻ, കിതാബുൽ ഈമാനിലേക്ക് അതിനെ നന്നാക്കി വിവരിച്ചിട്ടുണ്ട്. വമുഖ്തസറുഹു മൻ അഹദഹുമാ, ചുരുക്കം പറയാം, ഒരു മദ്ഹബ് ജംഹൂരി സലഫി, ഭൂരിപക്ഷം സലഫുകളും പറയുന്നത്. അപ്പൊ സലഫുകൾ ന്യൂനപക്ഷം മറ്റൊരു അഭിപ്രായമുണ്ടെന്ന് മനസ്സിലാക്കാം. സലഫുകൾ എല്ലാവരും അല്ല, ഭൂരിപക്ഷവും പറയുന്ന മദ്ഹബ്. അപ്പൊ സലഫി എന്ന് പറഞ്ഞ എന്നാ പോരെ, സലഫുകൾക്ക് അതിൽ 2 മദ്ഹബുണ്ട്, ഭൂരിപക്ഷത്തിന്റെ മദ്ഹബും ന്യൂനപക്ഷത്തിന്റെ മദ്ഹബും. വബഅദിൽ മുതകല്ലിമീന, വിശ്വാസ പണ്ഡിതന്മാരുടെയും പലരുടെയും മദ്ഹബ്, അന്നഹു യുഅ്മിനു ബിഅന്നഹ ഹഖ്ഖുൻ അലാ മാ യലീഖുല്ലാഹ്, അല്ലാഹുവിനോട് അനുയോജ്യമായ നിലക്ക് അത് ഹഖാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഹദീസിലോ ഖുർആനിലോ പറഞ്ഞ കാര്യം ഹഖാണ്, ഈ ആയത്ത് ഹഖാണ്, ഈ ഹദീസ് ഹഖാണ്. ഈ
എന്നതിൽ തർക്കമില്ല. വഅന്ന ലാഹിറഹ അൽ-മുതആറഫ് ഫീ ഹഖ്നാ ഗൈറു മുറാദ്. വഅന്ന ലാഹിറഹ അതിന്റെ നേരെ അർത്ഥം, പ്രത്യക്ഷമായ അർത്ഥം, ഒരു പദത്തിന് നേരെ പ്രത്യക്ഷ അർത്ഥവും അതുപോലെ ഉദ്ദേശാർത്ഥവും ചിലപ്പോൾ രണ്ടർത്ഥങ്ങൾ ഉണ്ടാകാം. നേരെ പ്രത്യക്ഷാർത്ഥം അൽ-മുതആറഫ ഫീ ഹഖ്നാ, നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രത്യക്ഷാർത്ഥം, അതായത് അള്ളാഹു ഇറങ്ങും, റബ്ബ് ഇറങ്ങും എന്ന നേരെ അർത്ഥമുണ്ടല്ലോ, അത് ഗൈറു മുറാദ്, അതിന്റെ പ്രത്യക്ഷ അർത്ഥം ഉദ്ദേശമല്ല. വഹാബികൾ പ്രചരിപ്പിക്കുന്നത് പോലെ നേരെ അള്ളാഹു ഇറങ്ങുമെന്ന അർത്ഥം അവിടെ ഉദ്ദേശമല്ലെന്ന് സലഫുകളിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷവും അതന്നെ പറയുന്നത്, പക്ഷെ ചെറിയ വ്യത്യാസം പറയുന്നുണ്ട് എന്നാണ് പറയാം. വലാ തകല്ലമ ഫീ തഅ്വീലിഹാ, അതിന്റെ വ്യാഖ്യാനം പറയേണ്ടതുമില്ല, നേരെ അർത്ഥം ഉദ്ദേശവുമില്ല. അതാണ് സലഫുകൾ ഭൂരിപക്ഷവും പറയുന്നത്. സൃഷ്ടികൾക്കുണ്ടാകുന്ന ഇറങ്ങുക, കയറുക, കൈ, കാല്, കണ്ടങ്കാല്, ഊര തുടങ്ങി വിശേഷണങ്ങളൊന്നും അല്ലാഹുക്ക് പറയാൻ പാടില്ല. നീങ്ങുക, ഇളകുക, മറ്റു സൃഷ്ടികളുടെ വിശേഷണങ്ങളൊന്നും അല്ലാഹുക്ക് പറയണ്ട. വസാനി, അപ്പൊ അതിന്റെ നേരാർത്ഥം ഉദ്ദേശമല്ല, വ്യാഖ്യാനിക്കുകയും വേണ്ട. രണ്ടാമത്തെ മദ്ഹബ് എന്താണ്? മദ്ഹബ് അക്സറുൽ മുതകല്ലിമീന വ ജമാഅത്തിൻ മിനസ് സലഫി, സലഫുകൾ തന്നെ പറഞ്ഞ മദ്ഹബാണ്. സലഫുകളിൽ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. സലഫി എന്ന് പറഞ്ഞ് നടന്നാ പോരാ, സലഫുകൾ അതായത് സ്വഹാബികൾ, താബികൾ, തബഉ താബികൾ പറഞ്ഞ അഭിപ്രായം, അതുപോലെ വിശ്വാസ പണ്ഡിതന്മാരും പറഞ്ഞത്. വഹുവ മഹ്കിൻ അൻ മാലിക്, സലഫുകളിൽപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായവും അത് തന്നെ. വൽ ഔസാഇ, ഔസാഇ ഇമാമും പറഞ്ഞ അഭിപ്രായം അത് തന്നെ. അന്നഹാ തുതഅവ്വലു അലാ മാ യലീഖു ബിഹാ ബിഅസ്ബി മവാത്തിനിഹാ, നേരാർത്ഥം പറയാൻ പാടില്ല, മറിച്ച് അതിനോട് അനുയോജ്യമായ ഒരു അർത്ഥം വെക്കേണ്ടതാണ്, അനുയോജ്യമായ അർത്ഥം വെക്കണം. ഫഅലാ ഹാദാ തഅവ്വലു ഹാദൽ ഹദീസ തഅ്വീലൈനി, സലഫുകൾ അതുപോലെ വിശ്വാസ പണ്ഡിതന്മാരും ഇതിന് രണ്ട് വ്യാഖ്യാനമാണ് പറഞ്ഞത്. യൻസിലു റബ്ബുന എന്നതിന് അഹദുഹുമാ തഅ്വീലു മാലിക് ഇബ്നു അനസ്, സലഫുസ് സ്വാലിഹുകളിൽപ്പെട്ട അത് മാലിക് റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഇമാമുമാരിൽപ്പെട്ടവരും അതുപോലെ താബിഈകളിൽപ്പെട്ടവരുമാണ്, മദീനയിലെ വലിയ മഹാനാണ്. അവരെന്താ പറയുന്നത്? ഹദീസിനെ വ്യാഖ്യാനിക്കണം. അതിന്റെ ഒരർത്ഥം എന്താണ്? മഅനാഹു തൻസീലു റഹ്മത്തുഹു വ അംറുഹു വ മലായികത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നോ, അള്ളാഹുവിന്റെ കൽപ്പന വരുമെന്നും, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നും അർത്ഥം വെക്കണം. അല്ലാഹ് ഇറങ്ങുമെന്നല്ല. കമാ യുഖാലു ഫഅല സുൽത്താനു കദാ, രാജാവ് പ്രവർത്തിച്ചു എന്ന് പറയും. അത് ഇദാ ഫഅല അത്ബാഉ അംരി, രാജാവിന്റെ കൽപ്പന കൊണ്ട് അനുയായികൾ പ്രവർത്തിച്ചാൽ. അപ്പൊ അറബി പദങ്ങൾ അർത്ഥം വെക്കാൻ അറിയാത്ത വഹാബികൾ പഴിച്ചു പോയത് അതുകൊണ്ടാണ്. അത് ആലങ്കാരികമാണെന്നാണ് രണ്ടാം വ്യാഖ്യാനം. അള്ളാഹു ആകാശത്ത് കറങ്ങുന്നല്ല അർത്ഥം, മറിച്ച് മയം കൊണ്ടും ഉത്തരം നൽകൽ കൊണ്ടും പ്രാർത്ഥിക്കുന്നവരിലേക്ക് അള്ളാഹു മുന്നിടും, സ്വീകാര്യത നൽകുമെന്നാണ്. ഇതാണ് സലഫുകളുടെ മദ്ഹബ്. വഹാബികൾ ഏത് മദ്ഹബാണ് നമുക്കറിയേണ്ടത്? അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, നേരാർത്ഥം പറയാനേ പാടില്ല. നമുക്കറിയപ്പെടുന്നതായ ഒരു പ്രത്യക്ഷ അർത്ഥമുണ്ട്, കൈ, കാല്, ഇറങ്ങാം, ഇതൊന്നും അവിടെ ഉദ്ദേശമല്ല. ഇവിടെ ഒരു സംശയമുണ്ട്. സുന്നികളുടെ റിസാലയിൽ ചില ലേഖനത്തിൽ എന്ത് വന്നിട്ടുണ്ടോ, കൈ, കാല്, ഇറങ്ങ എന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ എങ്ങനെ എഴുതി വിട്ടു എന്നതാണ്. യഥാർത്ഥത്തിൽ റിസാല ഇവര് മുഴുവൻ കോപ്പികളും സാധാരണ ഇടാറില്ല. ചിലർ സാധുക്കൾ എന്താണെന്നറിയാതെ ഇടലുണ്ട്. ഏതായിരിക്കട്ടെ, റിസാലയുടെ കോപ്പികളിൽ വ്യക്തമായി പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. റിസാല സ്പെഷ്യൽ പതിപ്പിൽ കാണാം 1996 എന്റെ ഓർമ്മ. അഹ്ലുസുന്ന ഈ വിഷയത്തിലും സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്നു. റിസാല വായിക്കുന്നത് സിഫാത്ത് ഹക്കാണ്, ഉള്ളതാണ്. അള്ളാഹിന്റെ സിഫത്ത് ഹക്കാണ്, ഉള്ളതാണ്. നാം അത് വിശ്വസിക്കുന്നു. ഇത് വഹാബിക പലപ്പോഴും കട്ടുവെക്കല. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ്ക്ക് ഒരു സിഫത്തുണ്ട്, അള്ളാഹു വിശേഷിപ്പിച്ച സിഫത്തുണ്ട്, ഇത് സംശയമില്ല. പക്ഷെ എങ്ങനെ എന്നത് അജ്ഞാനമാണ്.
ഇതിന് വളഞ്ഞ വ്യാഖ്യാനങ്ങളോ ബുദ്ധിശൂന്യമായ അർത്ഥകൽപ്പനയോ നടത്തേണ്ടതില്ല. വളഞ്ഞ വ്യാഖ്യാനമൊന്നും വേണ്ട. സുന്നത്ത് ജമാഅത്ത് സിദ്ധാന്തിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം, ഹദീസിന്റെ ലാഹിറായ അർത്ഥം, പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രകടമായ അർത്ഥം പറയുന്നത്, അങ്ങനെയാണ് അവിടെ ഉദ്ദേശം, അവിടെ അതാണ് ഉദ്ദേശം, അതാണ് അർത്ഥം പറയേണ്ടത് എന്ന് പറയുന്നില്ല. മറിച്ച് ഹദീസിന്റെ പ്രകടമായ അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താണ്? എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അതിന്റെ നേരെ പ്രകടമായ അർത്ഥം അതാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് അള്ളാഹുവിന്റെ സിഫാത്ത്, ഞാൻ നേരത്തെ വായിച്ച ധരണിയാണ്, പരാമർശിക്കുന്നതിൽ പെട്ടതാണ്. ഇതിൽ പണ്ഡിതന്മാർക്ക് പ്രസിദ്ധമായ 2 നിലപാടുകളുണ്ട്. ഒന്ന് സലഫിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്, അത് ഇപ്രകാരമാണ്: ഈ സിഫത്തുകൾ അള്ളാഹുവിനോട് അനുയോജ്യമായ വിധത്തിൽ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. യഥാർത്ഥമാണെന്ന് വിശ്വസിക്കണം. നമുക്കിടയിൽ അറിയപ്പെടുന്ന ഇറങ്ങുക എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന അർത്ഥം ഉദ്ദേശമല്ല. അതാണ് നേരത്തെ ഞാൻ വായിച്ചത്. എന്ത്? ലാഹിറു, അതിന്റെ പ്രത്യക്ഷ അർത്ഥം ഇറങ്ങുക എന്നത് ഉദ്ദേശമല്ല എന്ന് റിസാലയിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഇത് കട്ടുവെച്ചിട്ട് അതിന്റെ ആ മുന്നും പിന്നും കട്ടിട്ട് ഹദീസിന്റെ നേരെ പ്രത്യക്ഷാർത്ഥം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ ഭാഗം മാത്രം ഇറങ്ങുക എന്നതാണ് അതിന്റെ പ്രത്യക്ഷാർത്ഥം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ പ്രത്യക്ഷാർത്ഥം എന്ന ഭാഗമൊക്കെ അങ്ങ് കട്ടുവെച്ചിട്ട്, പക്ഷെ അത് ഉദ്ദേശിക്കാൻ പാടില്ല, അതവിടെ പറയാൻ പാടില്ല, ഉദ്ദേശമല്ല എന്ന് പറഞ്ഞ ഭാഗം കട്ട് മൂടിവെക്കലാണ്. മറിച്ച് അതിന്റെ പകുതി ഭാഗം കട്ടുവെക്കലാണ് വഹാബികൾ പൊതുവെ ചെയ്യുള്ളത്. ഇതിന്റെ വ്യാഖ്യാനമായ നിലയിൽ ഒന്നും പറയാതിരിക്കുക, അത് സലഫിന്റെ മദ്ഹബാണ്. അതങ്ങ് വിശ്വസിക്കുക. എന്താണെന്നറിയില്ല, അള്ളാഹു ഇറങ്ങാനൊന്നും അവിടെ അർത്ഥമില്ല, അങ്ങനെ ഒരു അർത്ഥം തന്നെ അവിടെ ഇല്ല. അതിന്റെ ഉദ്ദേശം അർത്ഥം നമുക്കറിയില്ല എന്നതാണ്. അതിന് വ്യാഖ്യാനം പറയണ്ട എന്നതാണ് സലഫുകളിൽ ഭൂരിപക്ഷം. എന്നാൽ സലഫുകളിൽ വ്യാഖ്യാനം പറയുന്ന ധാരാളം മഹാന്മാർ ഉണ്ട്. അത് ഇമാം ശേഷം പറഞ്ഞ ഞാൻ നേരത്തെ വായിച്ചു. സൃഷ്ടികൾ ഗുണങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്ന് വിശ്വസിക്കുക. നീക്കം, അനക്കം തുടങ്ങിയ സൃഷ്ടികളുടെ അടയാളമായ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധനാണെന്ന് വിശ്വസിക്കുക. ഇത് വ്യക്തമായി റിസാലയിൽ പറഞ്ഞതാ. അതുകൊണ്ട് റിസാലയുടെ ചില ഭാഗങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്താ റിസാല പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റിദ്ധരിച്ചു പോയ വഹാബികളെ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റിസാലയിൽ ഒരിക്കലും അതിന്റെ നേരെ പ്രത്യക്ഷാർത്ഥം ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ നേരെ പ്രത്യക്ഷാർത്ഥം ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി നേരെ പ്രത്യക്ഷാർത്ഥം അത് ഉദ്ദേശിക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല എന്ന് വിവരിക്കുന്നിടത്ത് പറഞ്ഞ വാചകത്തിൽ നിന്നും മുന്നും പിന്നും കട്ടുവെച്ചുകൊണ്ട് ഉദ്ധരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് റിസാലയിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആ ദുർചിന്ത ഒഴിവാക്കി റിസാലയിൽ തന്നെ പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും ശരിക്ക് വിലയിരുത്തി വായിക്കുകയും അത് ഇമാമുമാർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. തെറ്റിദ്ധരിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഇതെല്ലാവർക്കും മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.